ഗ്യാസിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കിച്ചണിലേക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. ഞാൻ ഗ്യാസിന് വില കൂടിയോണ്ട് മാത്രം മേടിച്ചതല്ല, കഴിഞ്ഞ ദിവസം രാവിലെ ഗ്യാസ് തീർന്നിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്ന്. അങ്ങനെ നമ്മൾ മേടിച്ചു ഐബെലിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. അടിപൊളി പ്രൊഡക്റ്റാണ്. അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്ന എല്ലാ പാത്രങ്ങളും വെക്കാം കേട്ടോ. സാധാരണ നമ്മുടെ വീടുകളിലുള്ള ഇൻഡക്ഷൻ ടോപ്പിൽ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് കാസ്റ്റ് അയൺ പാത്രങ്ങൾ വെക്കാം, സ്റ്റീൽ പാത്രം വെക്കാം, അലുമിനിയം പാത്രം വെക്കാം, എന്തിനും മൺചട്ടി വരെ വെക്കാം കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഗ്രില്ലിൻ്റെ ഓപ്ഷനും ഉണ്ട്. അതിൽ നമുക്ക് ചിക്കനോ ഫിഷോ ഒക്കെ ഗ്രില്ലും ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കാണാം. ഐബെലിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിനൊപ്പം ആദ്യം നമുക്ക് ഒരു തോരൻ വെക്കാം. ഞാൻ കാസ്റ്റ് അയണിൻ്റെ ഫ്രൈ പാനിലാണ് തോരൻ വെച്ചത്. ഈവനായിട്ട് എല്ലായിടത്തും ചൂട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും നമുക്ക് ഏത് സാധനമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഓപ്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തോരൻ റെഡിയായി. ഇനി നമുക്ക് മീൻകറി വെക്കാം. മീൻകറി വെക്കാൻ ചട്ടിയടുപ്പ് വെച്ച് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയും ഇട്ട് കൊടുത്തേ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി ചേർക്കുന്നില്ല. ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് ഇന്ന് മീൻകറി വെക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഈ ഒരു കറിയിലേക്ക് മല്ലിപ്പൊടി നമ്മൾ ചേർക്കാറില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിൽ കറി ചീത്തയാവാതെ ഒരാഴ്ച വരെ വെക്കാൻ വേണ്ടി പറ്റുവേ. ഡെയിലി ചൂടാക്കി വെക്കണം. എന്നിട്ട് പൊടികൾ മൂത്തതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു, ഉപ്പും ഇട്ട് അടച്ച് വെച്ച് തിളച്ച് വന്നപ്പോൾ മീനും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് മീൻ വേവിച്ചെടുത്തേ. എല്ലായിടത്തും ഒരുപോലെ ഹീറ്റ് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു കുക്ക് ടോപ്പിൽ നന്നായിട്ട് ഹീറ്റ് മുകളിലോട്ട് ചെല്ലും കേട്ടോ. പിന്നെ നമ്മൾ കോട്ടയംകാർക്ക് മീൻകറി മാത്രം പോരാ, കപ്പയും വേണം. അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കപ്പയാണ്. അപ്പോൾ അതുകൂടി നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഉമ്മച്ചിയുടെ പഴയ കാലത്തെ ഒരു പാത്രം, അത് കളയാതെ വെച്ചേക്കുന്നതാണ് കേട്ടോ. എത്രയൊക്കെ പാത്രങ്ങൾ മേടിച്ചാലും ആ അലുമിനിയം പാത്രം കളയത്തില്ല. അങ്ങനെ അലുമിനിയം പാത്രവും നമുക്ക് ഈ ഒരു കുക്ക് ടോപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ കപ്പ പുഴുങ്ങി വെച്ചു. പിന്നെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മത്തി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം. ആ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കണ്ടേ. ചിക്കനോ ഫിഷോ എന്ത് വേണമെങ്കിലും ഗ്രില്ല് ചെയ്യാം. ഞങ്ങൾ ഇന്ന് ഫിഷാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്രില്ല് കുക്ക് ടോപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഗ്രില്ലിൻ്റെ ഓപ്ഷൻ, ബാർബിക്യൂവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ടെമ്പറേച്ചർ നമുക്ക് ഇടുവാണെങ്കിൽ കുറച്ച് കൊടുക്കാം. കാരണം ആദ്യം മീൻ കുറച്ച് വെന്ത് കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് മീൻ ഒന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് മുരിയിച്ചെടുത്ത്